ലക്ഷങ്ങളുടെ PR വർക്കിന്റെയും സിമ്പതി കാർഡിന്റെയും അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടർന്നു പോകുന്ന അനുമോളെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് ബിഗ് ബോസ് കൊണ്ടുവന്നിരുന്നത്. ശരിക്കും അനുമോൾ അട്ടപട്ടലം വീണു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മനസ്സിലാക്കേണ്ട പ്രേക്ഷകർ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഈ ഒരു സീസണിൽ PR വർക്ക് കൊണ്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരാണെന്നും അതുപോലെ തന്നെ PR വർക്ക് ഇല്ലാതെ ഈ ഒരു സീസണിൽ തുടരുന്ന കണ്ടസ്റ്റൻസ് ആരാണെന്നും ഓരോ കണ്ടസ്റ്റൻസും വന്ന് പറയണം. അതിൽ മിക്ക കണ്ടസ്റ്റൻസും പറഞ്ഞിരിക്കുന്നത് അനുമോളുടെ പേരാണ്. അനുമോൾക്ക് PR ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സകലമാന പ്രേക്ഷകർക്കും അറിയാം. PR ചെയ്യുന്നത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിവുള്ളവനും കാശുള്ളവനും PR ചെയ്യും. എന്നാൽ പ്രേക്ഷകരായ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് PR നമുക്കൊരു ഇമേജ് പുറത്തേക്ക് കൊണ്ടുവരാനും ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുമ്പം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി PR ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കാശുള്ളവരെ സംബന്ധിച്ച് PR കൊടുക്കുന്നതിൽ ഒന്നും തെറ്റില്ല. എന്നാൽ പ്രേക്ഷകർ നമ്മൾ വിലയിരുത്തേണ്ടത് ഇവരുടെ പെർഫോമൻസ് അതിനൊപ്പം വരുന്നുണ്ടോ എന്നാണ്. അവരുടെ ഒരു സിമ്പതി കാർഡ് മാത്രം പബ്ലിക്കിന് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു PR ഏജൻസിയുടെ പോസ്റ്റുകളിലും സോഷ്യൽ മീഡിയ ക്ലിപ്പിംഗ്സുകളിലും പോയി വീണ് ഇവരെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശരിക്കും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് വിഡ്ഢികളാകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പുറത്തെ കുറച്ച് ഫെയിമിന്റെ അടിസ്ഥാനത്തിലൊക്കെ പല കണ്ടസ്റ്റൻസുകളും ബിഗ് ബോസിലെത്തും. പുറത്തെ എങ്ങനെയും ആയിക്കോട്ടെ, പുറത്തെ അവരുടെ ഒരു ഫെയിമിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്നത്. ബിഗ് ബോസിനുള്ളിൽ അവരുടേതായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും ബിഗ് ബോസിലെ ടാസ്കുകളും ബിഗ് ബോസിൽ എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. സോ അനുമോളുടെ ഈ ഒരു കേസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള പല കണ്ടസ്റ്റൻസും ഇത് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് പറഞ്ഞതെന്നാണ് അതിലും വലിയ രസം. അനുമോള് തന്നെ അവരുമായിട്ട് പല സമയങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ പലരും പ്രേക്ഷകർ പല സമയത്തും ലൈവിൽ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ബിന്നി ഒരു സംഭവമാണ് ഇന്ന് പൊട്ടിച്ചിരിക്കുന്നത്. അനുമോളുടെ PR എന്ന് പറയുന്നത് 10-16 ലക്ഷം രൂപ മുടക്കിയാണ് അനുമോൾ PR-നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ ഒരു സീസൺ കഴിഞ്ഞ് ചെന്നതിന് ശേഷം അല്ലെങ്കിൽ വിന്നായി കഴിഞ്ഞതിന് ശേഷം ഘട്ടം ഘട്ടമായി കൊടുത്താൽ മതിയെന്ന് ബിന്നിയുമായിട്ട് അനുമോൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ബിന്നി അവകാശപ്പെടുന്നത്. അത്രയും ക്യാമറയുടെ മുന്നിൽ വന്ന ഒരു ടാസ്കിനിടയിൽ അങ്ങനെ ഒരു നുണ ബിന്നി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ബിന്നി കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോരാനുള്ള ശ്രമങ്ങളൊക്കെ ബിന്നി തുടരുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പറഞ്ഞത് നുണയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ഒരു 16 ലക്ഷത്തിന്റെ കഥയൊന്നും നമുക്കറിയത്തില്ല. ആ ഒരു പോർഷൻ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽസുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നമ്മൾ അല്ലാതെ പല പോർഷൻസും ഞാനാണെന്നുണ്ടെങ്കിലും ലൈവിലും എപ്പിസോഡുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഷാനവാസുമായിട്ടും അതുപോലെ തന്നെ ജിഷിനുമായിട്ടൊക്കെ അനുമോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതും എപ്പോഴും നെവിനുമായിട്ടൊക്കെ ഈ ഒരു PR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതും പലരെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പലരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ബിന്നി പറഞ്ഞ ഈ ഒരു കാര്യവും അപ്പാനി ശരത്തിന്റെയും PR-ഉം അനുമോളുടെ PR-ഉം ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒന്നും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ബട്ട് PR ഉണ്ട് എന്നുള്ള കാര്യം ഇതൊന്നും കേൾക്കാതെ തന്നെ നമുക്കറിയാം. സോഷ്യൽ മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഒരു കണ്ടസ്റ്റൻസിന് അവർക്ക് പുറത്തെ ആ ഒരു സീരിയലിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് വരുന്നവരുടെ ഫെയിമിനനുസരിച്ച് വരുന്ന ഫാൻ പേജുകളോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അവർക്കൊക്കെ കുറെ ഫാൻ പേജുകളും കാര്യങ്ങളും ഒക്കെ കാണും. അവര് ഓരോ പോസ്റ്റുകൾ ഇടുന്നതും അവരവരുടെ റീലുകൾ ക്രിയേറ്റ് ചെയ്തിടുന്നതും ഒന്നുമല്ല PR ആയിട്ട് ഞാൻ പറയുന്നത്. ഈ ഒരു സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന സംഭവം തുടങ്ങിക്കഴിയുമ്പോൾ കുറെ പേജുകൾക്ക് കാശ് കൊടുത്ത് ഹയർ ചെയ്യും. നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും ഫോളോവേഴ്സ് ഉള്ള പേജുകളൊക്കെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇഷ്ടം പോലെ ഓൺലൈൻ മീഡിയകളും പേജുകളും ആ സമയത്ത് തലപൊക്കും. ഒരു പ്രത്യേകതരം കണ്ടസ്റ്റൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തും അവരെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അവരാണ് ശരിക്കും PR ഏജൻസീസ് അല്ലെങ്കിൽ PR വർക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഫാൻ പേജ് തുടങ്ങുന്നവരോ ഫാൻ പേജ് നടത്തുന്ന കുറെ ആൾക്കാരോ ഒന്നും അല്ല. അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അത് അത്ര മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഇവർക്ക് എന്താണ് നടക്കുന്നത് എന്തൊന്നും അറിയത്തില്ല. നല്ല PR വർക്ക് എന്ന് പറയുമ്പം കണ്ടസ്റ്റൻസ് അകത്തേക്ക് പോകുമ്പോൾ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടായിരിക്കും വിടുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യണം. മുൻ സീസണുകളൊക്കെ കണ്ടിട്ട് അതിലെ പല കണ്ടസ്റ്റൻസും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ ഓരോ സമയത്തും വർക്കൗട്ട് ആക്കുക. അതിന്റെ പല പോർഷൻസും കണ്ടന്റുകളും ഒക്കെ ഞങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളാക്കിയിട്ട് നിങ്ങളെ
വമ്പൻ ഹിറ്റിലേക്ക് മാറ്റിക്കൊണ്ടുവരാം. അനുമോളും ഇത് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അനുമോൾ ഈ ഒരു സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയുള്ള പല കണ്ടസ്റ്റൻസും പറയുന്നത് തന്നെയാണ് നമുക്കും പറയാനുള്ളൂ. എന്താണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടി അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് തന്നിരിക്കുന്നത്? എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ തന്നിട്ടില്ല. സീറോ ഇൻപുട്ട് മാത്രം കൊടുത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലവിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററി തന്നെ ഇതുപോലെ ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സീസണിൽ ഒരു കണ്ടന്റുകളും, ഒരു ടാസ്കുകളില്ല, പ്രത്യേകിച്ച് നിലപാടുകളില്ല, അഭിപ്രായങ്ങളില്ല, നല്ലൊരു ടാസ്ക് ചെയ്യാൻ അറിയത്തില്ല, ഒരു ടാസ്ക് മനസ്സിലാക്കി അത് പറയാനോ ചെയ്യാനോ കളിക്കാനോ അറിയത്തില്ല. എല്ലാം അലമ്പാക്കാൻ അല്ലാതെ. എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് തോന്നിയ രീതിയിൽ ചെയ്യും. പിന്നെ ആകെയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണുള്ളത്? ആദ്യത്തെ ആഴ്ച ഒന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ ആഴ്ച തന്നെ പയ്യെ ഒറ്റപ്പെടൽ നാടകത്തിന്റെ സ്ട്രാറ്റജി പിടിച്ചു തുടങ്ങി. പയ്യെ മറ്റുള്ളവരെല്ലാം തനിക്ക് നേരെ ആക്രമിച്ചു. ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും സിമ്പതി കാർഡുകളും ഇറക്കാൻ തുടങ്ങി. മറ്റ് സീസണുകളൊക്കെ കണ്ടുവന്നിട്ട് ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും സിമ്പതി കാർഡുകളും കരച്ചിൽ നാടകങ്ങളും ഒരു കാരണവുമില്ലാതെ അനുമോൾ തുടങ്ങി വെച്ചു. അതായത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന മാറ്ററുകളിൽ പോയി ഇടപെട്ടിട്ട് അനുമോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി എല്ലാവരെ കൊണ്ടും തനിക്ക് നേരെ തിരിപ്പിച്ച് എല്ലാവരും തന്നിലേക്ക് ചോദ്യം ചെയ്യുന്നു എന്ന ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ടുകൊടുത്തു. എപ്പിസോഡുകൾ കാണുന്ന കുടുംബ പ്രേക്ഷകർക്കും കണ്ണീർ സീരിയലിന്റെ ആരാധകർക്കും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അയ്യോ പാവം പിടിച്ച ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്രയും പേർ ഒന്നിച്ചു തിരിയുന്നു, എല്ലാവരും സിമ്പതി കാർഡിൽ വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കുന്നു. ഇതാണ് കണ്ടുവരുന്നത്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പം ഈ കണ്ടന്റും അനുമോൾക്കില്ല. അനുമോൾ തീർന്നു. അനുമോൾക്ക് ഈ കരച്ചിൽ നാടകമോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആക്രമിക്കുന്നു എന്ന് പറയുന്ന സംഭവങ്ങളോ ഒന്നുമില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് മനസ്സിലാക്കി അനുമോളെ പയ്യെ സൈഡാക്കി അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കാതെ അനുമോളുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി എല്ലാവരും പോയി തുടങ്ങിയതോട് അനുമോൾക്ക് കണ്ടന്റ് ഇല്ല. പിന്നെ ഈ കിച്ചണിലെല്ലാം പോയി കിടന്ന് അനുമോൾ അറിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും തനിക്ക് നേരെ തിരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും പിന്നീട് നടത്തിയെങ്കിലും ഫലപ്രദമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. ഒരു പാവയം പിടിച്ചുകൊണ്ട് കുറച്ച് നാള് അതും നടന്നു. അങ്ങനെയാണ് കണ്ടന്റ് എന്ന് പറയുന്ന സംഭവം അനുമോൾക്കുള്ളൂ. ഇതിനിടയിൽ കുറച്ച് കുൽസിതം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ എത്തി നോക്കി അതും ഒരു കണ്ടന്റ് ആക്കി ചർച്ചയാക്കുന്ന ഒരു അനുമോളെ അല്ലാതെ പ്രത്യേകിച്ച് നമ്മളാരും ഒരു ബിഗ് ബോസിന് പറ്റിയ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ബിഗ് ബോസിന് പറ്റിയ എന്തെങ്കിലും പ്രകടനം അനുമോളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് വിവരമുള്ള പ്രേക്ഷകർ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 7 സീസൺ മലയാളം ബിഗ് ബോസിലായി. ആ 7 സീസൺ കണ്ടുകിട്ടുള്ള പ്രേക്ഷകർക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അനുമോൾ അവിടെ എന്താണ് തന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് PR വർക്ക് കൊടുക്കുന്നതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. PR വർക്ക് നടക്കും, ആ സൈഡിൽ അവരുടെ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ നടക്കും. അതിനുള്ള എന്തെങ്കിലും കണ്ടന്റ് അനുമോൾ ഇവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടോ? ഈ സിമ്പതി കാർഡ് പിടിച്ചു പറ്റി മറ്റുള്ളവർ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളല്ലാതെ അനുമോൾ മാസമായിട്ട് എന്തെങ്കിലും ചെയ്തു? അനുമോൾ മാസമായിട്ട് കുറച്ച് ഡയലോഗുകൾ പറഞ്ഞു, അനുമോൾ മാസമായിട്ട് കുറച്ച് ഗെയിം കളിച്ച് വിൻ ചെയ്ത് എന്തെങ്കിലും സംഭവം ഈ ഒരു സീസണിൽ ഉണ്ടോ? ഒരു ടാസ്കുകൾ ജയിക്കുന്നതല്ല ബിഗ് ബോസ് എലമെന്റ്സ് അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെ ബിഗ് ബോസ് വിൻ ചെയ്യാൻ വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ടാസ്ക് പോട്ടെ, ബാക്കിയുള്ളത് എവിടെയാണ്? സീറോ ഇൻപുട്ട് ഒരു ടാസ്ക് കളിക്കേണ്ട രീതി, അതിനെ കളിപ്പിക്കുന്ന രീതി, അതിന്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങൾ, നിലപാടുകൾ, ഇതൊക്കെയല്ലേ ഒരു ബിഗ് ബോസിൽ ഒരാളവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് പ്രേക്ഷകരൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് പുറത്തെ ഫെയിം വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് കുറച്ച് ഫാൻ ബേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പുറത്ത് സീരിയലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് ആ ഒരു മേഖലയിൽ കുറച്ച് ഫാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടുത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബിഗ് ബോസ് ഒന്നും കാണാതെ, ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇവരെന്താണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് മനസ്സിലാക്കാതെ വെറുതെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ബിഗ് ബോസിനുള്ളിൽ നിന്ന് ഗെയിം കളിക്കുന്ന എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്, വെറുതെ എവിറ്റായി പുറത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളെക്കാൾ എത്രയോ ബെറ്റർ ആണ് കഴിഞ്ഞ ആഴ്ച പുറത്തായിട്ടുള്ള ജിസേല്, ഒനീല്, അതിനു മുമ്പ് പോയിട്ടുള്ള ജിഷിന്, പല കണ്ടസ്റ്റൻസും ഉണ്ട്. അനുമോളെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് കണ്ടന്റുകൾ കൊടുത്തോണ്ടിരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ പുറത്തോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ്? പ്രേക്ഷകരായിട്ടുള്ള കുറെ വിഡ്ഢികൾ എന്ന് വേണ്ടും എനിക്ക് പറയാൻ. കാരണം ആ വിഡ്ഢികളായിട്ടുള്ള പ്രേക്ഷകർ വെറും സിമ്പതിയുടെ പേരിൽ ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ കഷ്ടപ്പെട്ട് അവിടെ ഗെയിം കളിച്ച് ഇത്രയും രീതിയിലേക്ക് മുന്നോട്ട് വരുന്ന കണ്ടസ്റ്റൻസിനൊക്കെ വോട്ടില്ലാതെ, പ്രേക്ഷക സപ്പോർട്ട് ഇല്ലാതെ അവരൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരാണ് ബിഗ് ബോസിന്റെ വിന്നർ ആകുന്നത്. എന്നിട്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, നമ്മൾ PR വർക്ക് കാണുന്നതോ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുന്നതോ ഒന്നും തെറ്റല്ല. ഒരു കണ്ടസ്റ്റന്റ് PR വെക്കുന്നതും തെറ്റൊന്നുമല്ല. അവർക്ക് കാശുണ്ടെ വെച്ചുകൊള്ളട്ടെ. പക്ഷെ ഈ മണ്ടന്മാരാകരുത് പ്രേക്ഷകര്. അവരവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ PR വർക്ക് അവർ പബ്ലിസിറ്റി നടത്തുന്നതോ ഒന്നും കൊണ്ട് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ വോട്ട് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും തെറ്റല്ല. അനുമോളെ പോലെ PR വർക്കിൽ മാത്രം ബിഗ് ബോസ് മലയാളത്തിൽ ഇങ്ങനെ പിടിച്ചു
പിടിച്ച് തൂങ്ങി കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. PR വർക്കേഴ്സിനും ഇപ്പം പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അനുമോൾ ഇങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അനുമോൾ ജയിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ അനുമോൾ ജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സിമ്പതി കാർഡിന്റെ പേരും പറഞ്ഞ് അനുമോളുടെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കും. ആ ഒരു ഫേസ് ഇങ്ങനെ പോകരുത്. ലൈവ് ലൈറ്റിൽ ഇങ്ങനെ അനുമോൾ നിൽക്കണം. അത് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ. കാരണം പ്രത്യേകിച്ച് വേറെ കണ്ടന്റുകളൊന്നും വരുന്നില്ലല്ലോ. പഴയ കരച്ചിൽ നാടകവും സിമ്പതി കാർഡുകളും ആദ്യം ഒരു തുടക്ക സമയത്ത് ഇൻപുട്ടായിട്ട് ഇട്ടുകൊടുത്തത് കൊണ്ട് അതിന്റെ ഒരു എഫക്റ്റിൽ തുടക്കം ഒരു അങ്ങനെ ഒരു സിമ്പതി വർക്കൗട്ടാക്കി പ്രേക്ഷകരെല്ലാം മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെ പ്രേക്ഷകര്, അല്ലെങ്കിൽ ഈ കണ്ണീർ സീരിയലിന്റെ സിമ്പതിക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന കുറെ പ്രേക്ഷകര് ആ ഒരു സപ്പോർട്ട് പിടിച്ച് അവർക്ക് വോട്ട് ചെയ്യും. ഈ പറയുന്ന സീസൺ തീരുന്നോടം വരും. അത് മതി അവർക്ക് മുന്നോട്ട് പോകാൻ. ബാക്കി പിന്നെ PR ഏജൻസി സപ്പോർട്ട് ചെയ്ത് അവരെ കയറ്റിക്കൊണ്ട് പൊക്കോളൂല്ലോ. അതാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിൽ അനുമോളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് തന്നെ ഇതുപോലെയുള്ള പല സംഭവങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനും തുറന്നു കാണിക്കാനും വേണ്ടിയിട്ടാണ്. കണ്ടസ്റ്റൻസിന് തന്നെ ഒരു പരിധി വരെ അവിടെ ആർക്കാണ് PR ഉള്ളതെന്നും ആർക്കൊക്കെ ഇല്ല എന്നുള്ളതും വ്യക്തമായിട്ട് അറിയാം. കുറേയൊക്കെ PR ഉള്ളവരുണ്ട്, കുറേയൊക്കെ PR ഇല്ലാത്തവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ PR വർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലും സിമ്പതി വർക്കൗട്ടാക്കി സിമ്പതി വോട്ടിങ്ങിലും പിടിച്ചു നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനു. അതിൽ ഈ 16 ലക്ഷത്തിന്റെ കഥയും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല. PR വർക്കുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും അനുമോളോടെ നടത്തിയിട്ടുള്ളതും ഞാൻ ലൈവിലാണെന്നുണ്ടെങ്കിലും എപ്പിസോഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ 16 ലക്ഷത്തിന്റെ കഥയൊക്കെ പുതിയതാണ്. അതെന്താണെങ്കിലും പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെങ്കിലും കൊള്ളാം. ഇങ്ങനെയുള്ള കഥകളൊക്കെ പുറത്തേക്ക് വരട്ടെ. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുറച്ച് സംതൃപ്തി ആവുമല്ലോ. വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളെ തന്നെ പറ്റിച്ചൊരു കണ്ടസ്റ്റന്റ് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്കും കാണുന്ന പ്രേക്ഷകർക്കും ഒരു സന്തോഷമാവുമല്ലോ, സ്വന്തമായിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയുക. നിലവിൽ നിങ്ങൾക്ക് ഏത് കണ്ടസ്റ്റന്റ് വിജയിക്കണമെന്നാണ് താല്പര്യം? അതുപോലെ തന്നെ ഇതുപോലെ ഒരു എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുക്കാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ബിഗ് ബോസിനുള്ളിൽ ചെയ്യാതെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് വിജയിക്കണമെന്നാണോ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.